ഇപ്പോൾ ജിൻഡോ കപ്പടിക്കില്ല, ആ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ ആളുകൾ ഞാൻ പറയുന്ന പോലെ സബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അതുപോലെ ലൈക്കും കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, നമ്മുടെ ജാസ്മിൻ ചേച്ചി വളരെ കാലികഗൗരവത്തോടുകൂടി പറയുന്നുണ്ട്, ദൈവമേ ജിൻഡോ എങ്ങാനും കപ്പടിച്ച ആ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. കാരണം ഈ ഷോയുടെ തന്നെ പേരിനെ അത് ഭയങ്കരമായി ബാധിക്കും. ഇത്ര മോശമായ ആ ഒരു വിധത്തിലൊക്കെയാണ് ജാസ്മിൻ ചേച്ചി ആ കാര്യങ്ങൾ പറയുന്നത്. ജാസ്മിൻ ചേച്ചിക്ക് ഒട്ടും ജാസ്മിൻ ചേച്ചി എന്ന് വിളിച്ചു അല്ലെ, ജാസുമോള്, സോറി ജാസുമോളാണ് കേട്ടോ. ഞാൻ ഈ ചേച്ചി എന്ന് ഈ ബഹുമാനം കൂടി പോകുമ്പോൾ വിളിക്കുന്നതാ. എന്താണെന്നറിയില്ല, നമ്മുടെ ജാസ്മിന് ഒട്ടും അസൂയയില്ല, ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇത്രയ്ക്ക് മോശമായി മറ്റൊരു കണ്ടസ്റ്റന്റിനോട് കുശുമ്പ് ഇരുന്ന് പറയുക, അല്ലെങ്കിൽ പരദോഷണം ഇരുന്ന് പറയുക. ഞാൻ ചോദിക്കട്ടെ, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ പല ഫാമിലീസ് ചെന്ന് ജാസ്മിനെ പൊക്കി പറഞ്ഞത് കാരണവും, അതുപോലെ തന്നെ ഹോട്ടൽ ടാസ്കിൽ 2 ഗസ്റ്റുകൾ വന്നപ്പോഴാണെങ്കിലും ജാസ്മിനെ നന്നായി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോഴും ജാസ്മിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ജാസ്മിൻ അവിടെ എന്തോ ആണെന്ന്. പക്ഷെ പുറത്ത് നടക്കുന്ന പൂരം എന്തെങ്കിലും ജാസിന് അറിയോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. അറിയുമായിരിക്കാം, പക്ഷെ സ്വയം വെള്ള പൂശാൻ വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അത് അവിടെ ഇരുന്ന് വിശദീകരിച്ച്, ഇന്നലെ ആണെങ്കിൽ പോലും അപ്സരയും ജാസ്മിനും തമ്മിൽ അടി നടക്കുമ്പോൾ ജാസ്മിൻ വീണ്ടും അത് ഇരുന്ന് റസ്മിനോട് ഇരുന്ന് മെഴുകുന്നുണ്ടായിരുന്നു, സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. താൻ എന്തോ വലിയ സംഭവമാണ്, താൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തോ ഒരു അർത്ഥമുണ്ട് എന്നൊക്കെ എന്നൊക്കെ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ജാസ്മിന്റെ പെടാപാട് നമ്മൾ കാണാതെ പോകരുത്. അകത്ത് ജാസ്മിൻ കിടന്ന് ഇതുപോലെ മെഴുകുമ്പോൾ പുറത്ത് ജാസ്മിന്റെ ഫാൻസ് ഓരോ കമന്റ് ബോക്സിൽ, ഇപ്പോൾ നമ്മൾ ജാസ്മിനെ കുറിച്ച് ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ അതേ സ്റ്റാൻഡേർഡ് പിടിക്കുന്ന കുറെ ആളുകൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തുണ്ട്. കാരണം ഓരോ കമന്റ്സും അത് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ജാസ്മിൻ പറയുന്ന വാക്കുകളൊക്കെ അവരും യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊരു രീതിയിലാണ് ജാസ്മിൻ ഫാൻസും അതുപോലെ തന്നെ ജാസ്മിനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നോക്കാം, ആ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ആകാൻ ചാൻസ് ഉള്ള ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഓരോ ആളുകളെ എടുത്ത് എനിക്ക് പറയാൻ ഒരു താല്പര്യമില്ല. കാരണം ഇപ്പൊ ഞാൻ എടുത്ത് പറയാം, സായി കൃഷ്ണ, എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല. ഒരു വാഴയായി ചെന്നപ്പോ തുടങ്ങി അവിടെ നിന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗെയിമും ഞാൻ കാണുന്നതായിട്ട് എനിക്ക് പറയാനില്ല. കാരണം പുറത്തുനിന്ന് പോകുമ്പോൾ ആളുകൾ പറയായിരുന്നു, സായി അവിടെ ചെല്ലുന്നു, ജാസ്മിൻ ഇംഗപ്രിയം മലർത്തിയടിക്കുന്നു, അങ്ങനെ കുറെ കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചെന്നിപ്പോ തുടങ്ങി ജാസ്മിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിൻ ഏജന്റായി തന്നെയാണ് സായി കൃഷ്ണ അവിടെ നിന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കളിയും, അതുമാത്രമല്ല ഒന്നും തന്നെ സായിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനില്ല. പിന്നെ ഫിസിക്കൽ ഇഞ്ചുറി വന്ന് പുറത്തു പോയി, പിന്നീട് അകത്ത് കാട്ടുതീയായി വന്ന സിജോ എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഗെയിമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗെയിം എവിടെ നോക്കിയാലും സിജോ ഗെയിമാണ് ഡിസ്കഷൻ, വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ ഡിസ്കഷൻ മാത്രമായി ഒതുങ്ങിപ്പോയി സിജോ, ഒരു ഗെയിമും നമുക്ക് കാണാനില്ല. പിന്നെ എടുത്തു പറയാൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെയില്ല. ജിൻഡോയാണ് കൂടുതൽ കോണ്ടന്റ് കൊടുത്ത് കുറച്ചും കൂടി ബുദ്ധിപരമായ ഗെയിമുകളൊക്കെ അസസ് ചെയ്ത് കളിച്ച ഒരേ ഒരു കണ്ടസ്റ്റന്റ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 അറ്റ് പ്രസന്റ് ഉള്ള കണ്ടസ്റ്റന്റ്സിൽ ഏറ്റവും നന്നായി ഇതുവരെ ഗെയിം കളിച്ചിരിക്കുന്നത് ജിൻഡോ തന്നെയാണ്. ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതിപ്പോ എന്ത് ഒരു ജിൻഡോയ്ക്ക് അറിയില്ലാത്ത ഒരു ടാസ്ക് കൊടുത്താൽ പോലും മാക്സിമം എഫേർട്ട് ഇട്ട് തനിക്ക് കഴിയാവുന്നതിനെ മാക്സിമം കൊണ്ടുവരാൻ ജിൻഡോ ശ്രമിക്കാറുണ്ട്. ഒരു കാര്യത്തിലും പിന്നോട്ട് നിൽക്കാറില്ല. അതിപ്പോ ഡാൻസ് ആണേലും പാട്ടാണേലും ഏത് തരം ഗെയിം ആണെങ്കിലും ജിൻഡോ അതില് മാക്സിമം ഒരു ഇൻപുട്ട് തരാൻ ശ്രമിക്കാറുണ്ട്. ബിഗ് ബോസിൽ ഇപ്പോൾ ജിൻഡോയ്ക്കുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അവിടെ മത്സരിക്കാൻ വേറൊരു നല്ല കണ്ടസ്റ്റന്റ് ഇല്ല. അപ്പൊ സ്വയം എന്തുമാത്രം കോണ്ടന്റ് ജിൻഡോയ്ക്ക് കൊടുക്കാൻ കഴിയും? വേറെ ഒരു കണ്ടസ്റ്റന്റും വെറുതെ ചുമ്മാ വട്ടം കൂടി കുത്തിരുന്ന് സംസാരിക്കുക, അല്ല കുറച്ച് പാട്ട് പാടുക എന്നല്ലാതെ മത്സര ബുദ്ധിയോടുകൂടി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പോലും അതതാൻ ജിൻഡോ അവിടെ ഇല്ല.
സോ ജിൻഡോയ്ക്ക് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പോലെ ശക്തരായി കളിക്കുന്ന എതിരാളികൾ ഉള്ളപ്പോൾ മാത്രമേ ഗെയിമും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റത്തുള്ളൂ. സിബിൻ വന്നപ്പോൾ നമുക്കറിയായിരുന്നു നല്ല ഓൾ ഉണ്ടായിരുന്നു ഷോയ്ക്ക്. കാരണം സിബിൻ നല്ല അടിപൊളി ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സോ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അല്ലാതെ എൻ്റെ ജാസ്മിൻ മോളെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനപ്രീതി നേടി, ജനങ്ങളുടെ ഇഷ്ടം തേടി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗെയിം കളിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് അവിടെയില്ല. അതിലിങ്ങനെ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചുമ്മാ കുറെ വായിട്ട് അലച്ചത് കൊണ്ടോ, കുറെ കോംബോ പിടിച്ചത് കൊണ്ടോ, കുറെ അശ്ലീലം കാണിച്ചത് കൊണ്ടോ മേ ബി നമ്മുടെ മുഖം കുറെ ക്യാമറയിൽ വരുമായിരിക്കും. പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് വിന്നറായി വരിക. അതിന് അറ്റ് പ്രസന്റിൽ ജിൻഡോ അല്ലാതെ വേറൊരു കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് ഒട്ടും സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ.